നമസ്കാരം. ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട ലോകവാർത്തകളുമായി ലോകം പോയ വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തുന്ന സൈനിക നീക്കങ്ങളിൽ പങ്കാളികളാകില്ലെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നടങ്കം വ്യക്തമാക്കി. ഇത് ഞങ്ങളുടെ യുദ്ധമല്ല എന്ന കർശന നിലപാടാണ് ജർമ്മനിയും ഫ്രാൻസും ഉൾപ്പെടെ പ്രമുഖ യൂറോപ്യൻ ശക്തികളെല്ലാം ഒരേ നിലപാടിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിൽ കപ്പലുകൾ വിന്യസിക്കണമെന്ന ട്രംപിന്റെ ആവശ്യം ഇതിലൂടെ യൂറോപ്യൻ നേതാക്കൾ തള്ളിക്കളഞ്ഞു. അമേരിക്കയുടെ നീക്കങ്ങളിലുള്ള സംശയം പരസ്യമായി പ്രകടിപ്പിച്ചുകൊണ്ടാണ് ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിക് മെർസ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പ്രസംഗിച്ചത്. അയൽ രാജ്യങ്ങൾക്ക് ഇറാൻ ഭീഷണിയാകരുതെന്ന നിലപാടിലാണ് യൂറോപ്യൻ രാജ്യങ്ങൾ. എന്നാൽ ഇപ്പോഴത്തെ യുദ്ധത്തിനു പിന്നിലെ യുക്തി ബോധ്യപ്പെടുന്നില്ലെന്ന് മെർസ് പറഞ്ഞു. ജർമ്മൻ പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിയോസ് അതിരൂക്ഷമായ പ്രതികരണമാണ് നടത്തിയത്. ഇത് ഞങ്ങളുടെ യുദ്ധമല്ല, ഞങ്ങൾ തുടങ്ങിയ യുദ്ധവുമല്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ആദ്യം യുദ്ധമുഖത്തേക്ക് സൈന്യത്തെ അയച്ച് അമേരിക്കയുടെ ഗുഡ് ബുക്കിൽ ഇടം നേടാൻ ശ്രമിച്ച ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും നിലപാട് മാറ്റി. ഈ സംഘർഷത്തിൽ ഫ്രാൻസ് കക്ഷിയല്ലെന്നാണ് പുതിയ പ്രതികരണം. യുഎസും ഇസ്രയേലും നടത്തിയ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥൻ അലി ലാറിജാനിയുടെ മരണത്തിൽ കടുത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായി ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി. ലാറിജാനിയുടെ മരണത്തിന് വലിയ വില നൽകേണ്ടി വരുമെന്നാണ് മുജ്തബയുടെ മുന്നറിയിപ്പ്. അദ്ദേഹത്തിന്റെ രക്തത്തിന് അപരാധികൾ ഉടൻ തന്നെ വില നൽകേണ്ടി വരുമെന്നും മുജ്തബ മുന്നറിയിപ്പ് നൽകി. നേതൃനിരയിൽ വലിയ നഷ്ടം സംഭവിച്ചെങ്കിലും തങ്ങളുടെ യുദ്ധ നടപടികൾ തുടരുമെന്ന് ഇറാൻ വ്യക്തമാക്കി. ലാറിജാനിയുടെ വധത്തോടെ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് മാറി. ഉന്നത ഇറാൻ വ്യക്തികളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ വ്യാപകമാക്കുന്നതിന്റെ സൂചനയാണിത്. ഉന്നത സൈനിക കമാൻഡർമാരെ കൊലപ്പെടുത്തുന്നതിൽ നിന്ന് ആരംഭിച്ച ഉയർന്ന റാങ്കിലുള്ള രാഷ്ട്രീയ സുരക്ഷാ ഉദ്യോഗസ്ഥരിലേക്ക് വ്യാപിച്ച രാജ്യത്തിന്റെ ഉന്നത നേതൃത്വത്തെ ലക്ഷ്യമിട്ടുള്ള സ്ഥിരമായ ആക്രമണങ്ങൾക്കാണ് ഇറാൻ സാക്ഷ്യം വഹിച്ചു വരുന്നത്. ഇറാനിയൻ സുരക്ഷാ സംവിധാനത്തിലും രാഷ്ട്രീയ സ്ഥാപനത്തിലും കേന്ദ്രീകൃതമായ പങ്ക് നിർവഹിക്കുന്ന വ്യക്തിയായതിനാൽ തന്നെ ലാറിജാനിയുടെ കൊലപാതകം ഇതുവരെയുള്ളതിൽ ഏറ്റവും പരിണിത ഫലങ്ങളുള്ള ഒന്നായി മാറി. ഇറാനിലെ ഏറ്റവും സ്വാധീനമുള്ള അധികാര കേന്ദ്രങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന ലാറിജാനി അഭിപ്രായ ഭിന്നതകളുള്ള അധികാര കേന്ദ്രങ്ങൾക്കിടയിൽ ഒരു പാലമായി പ്രവർത്തിച്ചിരുന്നു. കുവൈറ്റിന്റെ വ്യോമപാത ഫെബ്രുവരി 28 മുതൽ താൽക്കാലികമായി അടച്ചതിനെ തുടർന്നുണ്ടായ യാത്രാ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ ജസീറ എയർവേസ് വഴി പ്രത്യേക വിമാന സർവീസുകൾ നടത്താൻ ഇന്ത്യൻ സർക്കാർ അനുമതി നൽകിയതായി ഇന്ത്യൻ എംബസി അറിയിച്ചു. ഇന്ത്യൻ എംബസി പ്രതിനിധി പരിമിത ത്രിപാഠി ജസീറ എയർവേസിന്റെ ഈ സജീവ ഇടപെടലിനെ പ്രശംസിച്ചു. യാത്രാ പ്രതിസന്ധി പരിഹരിക്കാൻ പിന്തുണ നൽകിയ കുവൈറ്റ് സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റിനും ഇന്ത്യൻ വിദേശകാര്യ വ്യോമയാന മന്ത്രാലയങ്ങൾക്കും അംബാസഡർ നന്ദി അറിയിച്ചു. നാട്ടിലുള്ള കുടുംബാംഗങ്ങളുമായി ഒന്നുചേരാൻ ആഗ്രഹിക്കുന്ന പ്രവാസികളുടെ വലിയ ആവശ്യം പരിഗണിച്ചാണ് സർവീസുകൾ പുനരാരംഭിച്ചതെന്ന് ജസീറ എയർവേസ് സിഇഒ ഭരതൻ പശുപതി വ്യക്തമാക്കി. വന്ദേ ഭാരത് പദ്ധതിയുടെ ഭാഗമായി മുംബൈ, ഡൽഹി, ചെന്നൈ, ഹൈദരാബാദ്, കൊച്ചി, ബംഗളൂരു എന്നീ 6 ഇന്ത്യൻ നഗരങ്ങളെയാണ് ഖൈസുമ വിമാനത്താവളം വഴി കുവൈറ്റുമായി ബന്ധിപ്പിക്കുന്നത്. പ്രധാനപ്പെട്ട ലോകവാർത്താ വിശേഷങ്ങളുമായി മറ്റൊരു എപ്പിസോഡിൽ കാണാം. നമസ്കാരം.